morning. Good morning, Miss. Good morning, ma'am. Good morning, Miss. Good morning. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ എടുത്ത ഭാഗങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? എങ്ങനെയുണ്ട്? പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? വായിച്ചു. ഓക്കെ. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാഫിംഗ് എന്താണ് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാല്? Searching, choosing, analyzing. ക്ലിയർ ആണല്ലോ മോളെ? ക്ലിയർ ആവുന്നില്ല മിസ്റ്റർ? ഒന്നുകൂടി പറയോ? Continuous process of searching, choosing, analysis, and creating working relationships with the present or future employees. ഓക്കെ, എന്താ മനസ്സിലായി അതിനകത്തുനിന്ന്? എന്താണ് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാല്? The relationship between the employees relationship creating working relationship. കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ. ഓക്കെ, എങ്ങനെയാണ് നമ്മള് സ്റ്റാഫിനെ സെലക്ട് ചെയ്യുന്നത്? എങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടല്ലോ? manpower planning. ഓക്കെ, ശരണ്യ ഒന്ന് പറയോ? ഹലോ, പറയാം. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതിൽ നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ട്, ചൂസ് ചെയ്യുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഭാവിയിലേക്ക് ആവശ്യമായ നല്ല സ്റ്റാഫുകളെ അവിടെ വാർത്തെടുക്കുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാ സെർച്ച് ചെയ്യുന്നത്? എങ്ങനെയൊക്കെയാണ്? അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടുണ്ട്, നമ്മള് ചൂസ് ചെയ്യുന്നു, ഇന്റർവ്യൂ നടത്തി നമ്മൾക്ക് ആവശ്യമുള്ള ക്വാളിറ്റിയുള്ള ആളുകളെ സെലക്ട് ചെയ്തെടുക്കുന്നു. ഓക്കെ, ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് പോർഷൻ നോക്കാം കേട്ടോ നമുക്ക്. ഇനി നെക്സ്റ്റ് ആണ് ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ്. അത് തുടങ്ങിയല്ലേ എടുക്കേണ്ടത്? പോയിന്റ്സ് തുടങ്ങിയല്ലേ എടുക്കേണ്ടത്? ഓക്കെ, അപ്പോ ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ് രണ്ട് എലമെന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, രണ്ട് പോയിന്റ്സ് ആണ് പഠിക്കാനുള്ളത്. ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് നഴ്സിംഗ് സ്റ്റാഫ്സ് ആൻഡ് യൂട്ടിലൈസേഷൻ. ഫസ്റ്റ് വൺ നോക്കാം. ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് നഴ്സിംഗ് സ്റ്റാഫ്സ്. It depends on the suitable educational training given to the nursing staff for the kinds of service they are being made ready for. എന്താണ് ഈ ക്വാളിറ്റി? ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്വാളിറ്റി എന്താണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാല്? ഗുണങ്ങൾ അല്ലെ, ഗുണനിലവാരം. ഓക്കെ, മികവ്. ഇനി ക്വാണ്ടിറ്റി എന്താണ്? ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്വാണ്ടിറ്റി അളവ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഈ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്തിലാണ്? നഴ്സുമാർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷണൽ ട്രെയിനിങ്ങിലൂടെയാണ്. എഡ്യൂക്കേഷണൽ ട്രെയിനിങ്ങിലൂടെയാണ് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇപ്പോ നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിഞ്ഞു, നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടി, പുതിയതായിട്ട് വന്ന സ്റ്റാഫുകളാണ് നിങ്ങൾ അല്ലെ. നിങ്ങൾക്ക് എന്താണ് അതിന് നല്ല രീതിയിലുള്ള നിങ്ങളുടെ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി പറഞ്ഞു തന്ന് നിങ്ങൾ ആ ജോബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ, ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ നല്ല കറക്റ്റ് ആയിട്ട് ജോലി ചെയ്തു, അവിടെ എല്ലാവർക്കും നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. അതാണ് എന്ത്? നിങ്ങളുടെ ക്വാളിറ്റി ആണോ ക്വാണ്ടിറ്റി ആണോ? എന്ത് പറയും?
അവിടെ എല്ലാവർക്കും നിങ്ങൾ ഇഷ്ടമാണ്, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതാണ് നിങ്ങളുടെ ക്വാളിറ്റി അല്ലേ. ഇനി എന്താണ്, ഇനി അവരൊരു വർക്ക് തന്നു നിങ്ങൾക്ക്, ഇത്ര എന്താണ് ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 1 വീക്കിനുള്ളിൽ ചെയ്ത് തീർക്കണം എന്ന് പറഞ്ഞു. അതാണ് എന്ത് നിങ്ങളുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ ഡിഫറൻസ്? ക്വാളിറ്റി ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്. ഓക്കെ, ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന എഡ്യൂക്കേഷണൽ ട്രെയിനിങ്ങിന്റെ ബേസിലാണ്. അപ്പോ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളവ്, ഇത്ര ടൈമിനുള്ളിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ആ വർക്ക് ചെയ്ത് തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളെ അളക്കും. അതാണ് നിങ്ങളുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജോലി തന്നു, അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾ ആ വർക്ക് ചെയ്യുന്നുണ്ട്, അവര് ആ വർക്കില് നിങ്ങളുടെ വർക്കിൽ സാറ്റിസ്ഫൈഡ് ആണ്, അതാണ് നിങ്ങളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ജസ്റ്റ് ഒന്ന് അവിടെ എഴുതി വെക്കാം കേട്ടോ, ചിലപ്പോ വായിക്കുമ്പോൾ മനസ്സിലാവില്ല. ഓക്കെ, ഇനി അതുപോലെ തന്നെ യൂട്ടിലൈസേഷൻ ഉണ്ട് അല്ലെ, നോക്കിക്കോളൂ. The nursing staff must be allotted work in such a way that the knowledge skill acquired are the best used for the purpose they were imparted or trained. ഇനി യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യൂട്ടിലൈസേഷൻ ഉപയോഗം അല്ലെങ്കിൽ യൂസസ് എന്ന് പറയാം അല്ലെ, നമുക്ക് ഉപയോഗം, യൂസേജ്. അപ്പോ ഈ യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാല് എക്സാമ്പിളിലൂടെ മിസ് പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾക്ക് HCA കോഴ്സ് കഴിഞ്ഞ് ജോലി കിട്ടിയെന്ന് പറഞ്ഞു അല്ലെ. ഈ HCA കോഴ്സ് നിങ്ങൾ ചെയ്യുമ്പോ എന്താ പഠിക്കുന്നത്? ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച്, അതുപോലെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ, പ്രൊസീജിയർ, പോളിസീസ്, അങ്ങനെ പലതരത്തിലുള്ള കുറേയധികം തിയറീസ്, ഹൗ ടു മാനേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. എന്തിന്? തിയറി ബേസ് പഠിക്കുന്നു കോഴ്സ് ചെയ്യുമ്പോൾ. ഇനി ജോലി കിട്ടുമ്പോ അതെന്ത് ചെയ്യുന്നുണ്ട്? ആ തിയറി പഠിച്ചത് നമ്മൾ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യുന്നുണ്ട്? യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അല്ലെ. ട്രെയിനിങ്ങിലൂടെയും പലതരത്തിലുള്ള പ്രാക്ടീസിലൂടെയും നമ്മൾ പഠിച്ച കാര്യങ്ങൾ അവിടെ പ്രാക്ടിക്കൽ ആക്കുന്നുണ്ട്. അതാണ് യൂട്ടിലൈസേഷൻ. മനസ്സിലായോ? നമ്മൾ പഠിച്ചത് അപ്പോ ക്വാളിറ്റി പഠിച്ചു, ക്വാണ്ടിറ്റി പഠിച്ചു, അതുപോലെ തന്നെ യൂട്ടിലൈസേഷൻ. ക്ലിയർ ആയില്ലേ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, 2 എലമെന്റ്സ് ഒന്ന് വായിക്കും കേട്ടോ. വായിച്ചു കഴിഞ്ഞാല് കമന്റ് കൊടുക്കാം. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഒന്നുമില്ലല്ലോ, 2 എലമെന്റ്സിലും ഒക്കെയാണ്. ഇനി നെക്സ്റ്റ് ആണ് സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ്. Recognize the nursing care hours needed to care for a patient for a day or for a shift. എന്താണ് recognize എന്ന് പറഞ്ഞാൽ? എന്താണ് recognize the nursing care hours needed to care for a patient for a day or for a shift. എന്തായിരിക്കും recognize എന്ന് പറഞ്ഞാല്? എന്താ മീനിങ്? recognize തിരിച്ചറിയുക അല്ലെ, തിരിച്ചറിയുക. അപ്പൊ എന്ത് തിരിച്ചറിയണമെന്നാണ് പറയുന്നത്? ഒരു രോഗിക്ക് നഴ്സിംഗ് കെയർ കൊടുക്കുന്നത് എത്ര അവേഴ്സ് ആണെന്നുള്ളത് തിരിച്ചറിയണം. ഓക്കെ, ഒരു രോഗിക്ക് നഴ്സിംഗ് കെയർ കൊടുക്കുന്നത് എത്ര അവേഴ്സ് ആണ്, എത്ര അവേഴ്സ് അവന് ആവശ്യമായും വരുന്നുണ്ട് എന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യുക. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്, തിരിച്ചറിയുക. Staffing relies on a capacity of hospital, standards provided, number of bed and different treatment services. അപ്പോ സ്റ്റാഫിങ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് താഴെ പറഞ്ഞിരിക്കുന്ന എലമെന്റ്സുകൾ കൊണ്ടാണ്. ഏതൊക്കെയാണ്? കപ്പാസിറ്റി ഓഫ് ഹോസ്പിറ്റലിലെ കപ്പാസിറ്റി അല്ലെ, ചെറിയ ഹോസ്പിറ്റലുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ
വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകൾ ഉണ്ടാവും അല്ലെ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. അപ്പൊ ചെറിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ അധികം ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ വലിയ രീതിയിലാണെങ്കിൽ ഡിഫറെന്റ് ആയിരിക്കും. അതാണ് കപ്പാസിറ്റി ഓഫ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ അധികം സ്റ്റാഫുകൾ ഉണ്ടാവില്ല, വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ കുറേ അധികം സ്റ്റാഫുകൾ അവിടെ ഉണ്ടാവും. ഇനി സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡഡ്. സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിലവാരം അല്ലെ, നിലവാരം. സ്റ്റാൻഡേർഡ് ആയിരിക്കും, സമൂഹത്തിന്റെ ഇടയിൽ നല്ല നിലവാരം പുലർത്തുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടേക്കായിരിക്കും അല്ലെ ജനങ്ങൾ പോകുന്നത്, ആയിരിക്കോ? നല്ല എന്താണ്, നല്ലൊരു നിലവാരം, നല്ല എന്താണ് ഫെസിലിറ്റീസും കാര്യങ്ങളുള്ള ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അവിടെ കൂടുതൽ സ്റ്റാഫുകൾ ഉണ്ടാവും. നല്ല നിലവാരമുള്ള ഹോസ്പിറ്റൽ എന്ന് ജനങ്ങളുടെ ഇടയിൽ പ്രചരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, നിലവാരമുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെയും അങ്ങനത്തെ പ്രത്യേകതകള്, നഴ്സിംഗ് കെയർ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അപ്പൊ എന്താണ്, കൂടുതൽ ആളുകൾ ഉണ്ടാവും, കൂടുതൽ സ്റ്റാഫുകളും അവിടെ ആവശ്യമായിട്ട് വേണം. ഇനി എന്താണ്, നമ്പർ ഓഫ് ബെഡ്സ്. ചിലപ്പോൾ ചില ഹോസ്പിറ്റലുകൾ സ്മോൾ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ എന്താണ്, ചെറിയ രീതിയിലായിരിക്കും, ചെറിയ നമ്പേഴ്സിലായിരിക്കും ബെഡ്സുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ വലിയ രീതിയിലുള്ള ബെഡുകൾ അവൈലബിൾ ആണ്, വലിയ നമ്പേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇനി എന്താണ്, ആൻഡ് ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് സർവീസ്. ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് സർവീസ് എന്ന് പറഞ്ഞാല് എന്താണ്, ആയുർവേദ ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ മോഡേൺ ഹോസ്പിറ്റൽ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് അലോപ്പതിക് ഉണ്ട് അല്ലെ, അലോപ്പതിക് തന്നെ മോഡേൺ ഹോസ്പിറ്റല്, അതുപോലെ തന്നെ ആയുർവേദ, ഹോമിയോപ്പതി, അങ്ങനെയുള്ള പല തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ബേസിലും ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. സ്റ്റാഫിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. സ്റ്റാഫിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എലമെന്റ്സുകളാണ് പറയുന്നത് കപ്പാസിറ്റി ഓഫ് ഹോസ്പിറ്റല്, സ്റ്റാൻഡേർഡ് പ്രൊവൈഡഡ്, നമ്പർ ഓഫ് ബെഡ്, ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് സർവീസസ്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഈ പാരഗ്രാഫിൽ വരുന്നത് കണ്ടിട്ടില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി അത്. In anticipating nursing workload, a manager must calculate not only the number of patients to be cared for, but also the proportion in each category. എന്താണ്, ഒരു ഹോസ്പിറ്റലിലെ മേലധികാരി അല്ലെ, മാനേജർ, ഹോസ്പിറ്റലിലെ മാനേജർ നഴ്സിംഗ് കെയറിന്റെ പ്രപ്പോർഷൻ എത്രത്തോളം വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അവിടെ വന്നിരിക്കുന്ന പേഷ്യൻസിന്റെ നമ്പറിന്റെ അടിസ്ഥാനത്തിലല്ല, പിന്നെ എങ്ങനെയാണ്, എത്രത്തോളം നഴ്സിംഗ് കെയർ അല്ലെങ്കിൽ പ്രപ്പോർഷൻ എത്രത്തോളം വേണമെന്ന് നോക്കിയിട്ടാണ്. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പൊ ജനറൽ വാർഡിലാണെങ്കിൽ എങ്ങനെയാണ് നഴ്സിംഗ് കെയർ കൊടുക്കുന്നത്? 5 പേഷ്യന്റിന് എത്ര പ്രപ്പോർഷൻ ആയിരിക്കും? 5:1 എന്ന നിലയിലായിരിക്കും അല്ലെ. 5 പേഷ്യൻസിന് ഒരു നേഴ്സ് എന്ന നിലയിലാണ്. അതുപോലെ തന്നെ ICUലാണെങ്കിൽ ഏത് പ്രപ്പോർഷനിലാണ് കൊടുക്കുന്നത്? പറയാൻ പറ്റോ? ICU പഠിച്ചിട്ടില്ലേ നിങ്ങള്? എങ്ങനെയാ കൊടുക്കുന്നത്? ICU 2:1. ഓക്കെ, 2:1 തന്നെയാണോ? 2:1 ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് 1:1 പഠിച്ചിട്ടുണ്ടോ? അതും പറയാല്ലേ നമുക്ക്. 1:1 എന്ന് പറയാം. ഒരു രോഗിക്ക് ഒരു നേഴ്സ് എന്ന നിലയിലാണ്. ഓക്കെ, മനസ്സിലായോ? 2:1 കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോ ICUല് നമുക്ക് എന്താണ് തീവ്രമായിട്ടുള്ള പരിചരണമാണ് കൊടുക്കുന്നത്. അപ്പോ ഒരു രോഗിക്ക് ഒരു നേഴ്സ് എന്ന നിലയിലാണ് ആ പ്രിക്കോഷൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ജനറൽ വാർഡിലാണെങ്കിൽ 5 പേഷ്യന്റിന് ഒരു നേഴ്സ് എന്ന നിലയിലാണ് പ്രിക്കോഷൻ വെച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നോക്കിയേ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കാൻ നോക്കിയേ, സെൽഫ് കെയർ. സെൽഫ് കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? ചിലപ്പോ ഒരു ദിവസം ഒരു നേരമൊക്കെ നേഴ്സ് പരിചരണം കൊടുക്കുന്നവരാ. അതുപോലെ തന്നെ മിനിമൽ കെയർ, ഇപ്പൊ മരുന്നൊക്കെ കൊടുക്കില്ലേ, മരുന്നൊക്കെ നേരത്തിന് വന്ന് എന്താണ് നേഴ്സുമാര് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ മിനിമൽ കെയർ എന്ന് പറയുന്നത്. ഇനി ഫുൾ കെയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ബൈസ്റ്റാൻഡർ ഒന്നും ഇല്ലാത്ത പേഷ്യൻസ് ഉണ്ടാവുമല്ലോ, ആരും നോക്കാനില്ലാത്ത പേഷ്യൻസ് ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് ഫുൾ ആയിട്ട് അവര് പരിചരണം കൊടുക്കണം. അതുപോലെ ഇന്റൻസീവ് കെയർ അല്ലെ, ICUല് എന്താണ് തീവ്രമായിട്ട് പരിചരിക്കേണ്ടതാണ്. എന്താണ് ടൈമും അവിടെ ആരുണ്ടാവും? നേഴ്സുമാരുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ബിക്കോസ്
കെയർ നീഡ് ഡിഫറെന്റ് ഫ്രം കാറ്റഗറി ടു ഈച്ച് അതർ. എന്താണ് സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗിൽ നമ്മൾ പറഞ്ഞത്? നഴ്സിംഗ് കെയർ എത്ര അവറാണ് കൊടുക്കേണ്ടതെന്ന് റെക്കഗ്നൈസ് ചെയ്യാം, അല്ലെ, തിരിച്ചറിയണം. അതുപോലെ തന്നെ സ്റ്റാഫിംഗ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കപ്പാസിറ്റി ഓഫ് ഹോസ്പിറ്റല്, സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡഡ്, നമ്പർ ഓഫ് ബെഡ്, ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് സർവീസിലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ മാനേജർ അവിടെ വന്നിരിക്കുന്ന പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്നത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇവിടെ വന്നിരിക്കുന്ന രോഗികളുടെ ടോട്ടൽ നമ്പർ ബേസ് ചെയ്തിട്ടല്ല, പ്രപ്പോർഷൻ നോക്കിയിട്ടാണ്. ഇത്തരം കാര്യങ്ങളാണ് അതിലെ ജസ്റ്റ് നമുക്ക് ഓർത്ത് വെക്കാനുള്ളത്. ക്ലിയർ ആയോ പാരഗ്രാഫ്? ഇനി നെക്സ്റ്റ് ടൈപ്സ് ഓഫ് പേഷ്യന്റ് കെയർ ഇൻക്ലൂഡ്സ്. രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ആണ് ഡയറക്റ്റ് കെയർ, സെക്കൻഡ് വൺ ഇൻഡയറക്റ്റ് കെയർ. ഡയറക്റ്റ് കെയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡയറക്റ്റ് കെയർ എങ്ങനെയാ കൊടുക്കുന്നത്? ഡയറക്റ്റ് കെയർ എക്സാമ്പിൾ പറയാൻ പറ്റുമോ? എക്സാമ്പിൾ പറയാൻ പറ്റില്ല ഡയറക്റ്റ് കെയർ കൊടുക്കുന്നതിന്റെ? പ്രസന്റ് പേഷ്യന്റിന്റെ ഒപ്പം നിന്നുകൊണ്ട് നമ്മൾ കെയർ കൊടുക്കുന്നുണ്ട്. എങ്ങനെയുള്ള പേഷ്യൻസിനാണ് കെയർ കൊടുക്കുന്നത്? മെഡിസിൻസ് കൊടുക്കുന്നത്. കറക്റ്റ് ആണ്. പിന്നെ എങ്ങനെയാണ്? മെഡിസിൻസ് മാത്രം കൊടുക്കുള്ളൂ? ശരീരബലത്ത് ICUല്. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. നോക്കാം. ഇൻ കെയർ ഗിവൺ ബൈ നഴ്സിംഗ്, ഫീഡിങ്. കിടത്തി ചികിത്സിക്കുന്ന പേഷ്യൻസിനൊക്കെ ഡയറക്റ്റ് കെയർ കൊടുക്കും. ഓക്കെ, വെരി ഗുഡ്. In care given by nursing staff while working in the presence patient and related to the patient's physical and psychological requirements. എന്താണ്? ഫിസിക്കലായിട്ടും അതുപോലെ തന്നെ സൈക്കോളജിക്കൽ നീഡ്സും ആവശ്യമുള്ള രോഗികൾക്ക് നഴ്സിംഗ് കെയർ എന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, അല്ലെ? ഓക്കെ, അവരുടെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ ഫിസിക്കലായിട്ട് ചിലപ്പോ നടക്കാൻ പറ്റാത്തത്, കിടപ്പോടുകൂടി കിടക്കുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ എന്താണ്? മൂവ്മെന്റിന് പറ്റില്ല, അതുപോലെ ഭക്ഷണം വാരി കഴിക്കാനൊന്നും പറ്റില്ല. അങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ്? അവരുടെ ഒപ്പം നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? പരിചരണം കൊടുക്കുന്നുണ്ട്. അതാണ് ഡയറക്റ്റ് കെയർ. ഇനി എക്സാമ്പിൾ നോക്കിയേ. ഡയറക്റ്റ് കെയർ കൺസിസ്റ്റ് ഓഫ് ഫീഡിങ്. ഫീഡിങ് എന്താണ്? ഫീഡിങ് എന്തായിരിക്കും? ഫീഡിങ് എന്ന് പറഞ്ഞാല് മുലയൂട്ട. ഓക്കെ, ഫുഡ് കൊടുക്കുന്നത്, അല്ലെ? അങ്ങനെയുള്ള പേഷ്യൻസ് ഞാൻ പറഞ്ഞില്ലേ, കിടപ്പോട് കൂടി കിടക്കുന്ന പേഷ്യൻസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം വാരി കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. ചിലപ്പോൾ തളർന്ന് കിടക്കുന്ന രോഗികളായിരിക്കാം. അവർക്ക് ഭക്ഷണം വാരി കൊടുക്കും. ഓക്കെ, അതാണ് ഫീഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി എന്താണ്? ട്രീറ്റ്മെന്റ്. പല ട്രീറ്റ്മെന്റ് ഇപ്പോ നട്ടുവിടുന്നത്, അതുപോലെ തന്നെ മെഡിസിൻസിന്റെ കാര്യം നെക്സ്റ്റ് ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. മൊബിലിറ്റി. മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മൊബിലിറ്റി എന്താ? ചലനശേഷി അല്ലേ? ഓക്കെ, അപ്പോ ചലനശേഷി എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ചലിക്കാൻ പറ്റാത്ത പേഷ്യൻസ്, അതുപോലെ തന്നെ മെഡിസിൻസ് ഒക്കെ കൊടുക്കുക. അപ്പൊ എന്താണ്? ആൻഡ് ദ മോർ ഡിപെൻഡന്റ് patient is on the nurse to conduct related activity, the more hours of nursing care is required from that patient. അപ്പോ എന്താണ്? ഫുഡ് കൊടുക്കുക, ട്രീറ്റ്മെന്റുകള് അതിന്റെ ബേസിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ എന്താണ്? മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യാം. ചലിക്കാൻ പറ്റാത്ത ആളുകൾക്ക് നല്ല രീതിയിൽ ബൈസ്റ്റാൻഡർ ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് ആരാണ്? നഴ്സുമാരാണ്. അപ്പൊ അങ്ങനെയുള്ള രോഗികൾക്ക് അവര് പേഷ്യൻസ് ഇങ്ങനെയുള്ള തളർന്നു കിടക്കുന്ന രോഗികളാവാം,
ചിലപ്പോൾ നടക്കാൻ പറ്റാത്ത രോഗികൾ ഉണ്ടാവാം. അങ്ങനെയുള്ള രോഗികള് എപ്പോഴും ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? എല്ലാ ടൈമും ആരെയായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആരെയായിരിക്കും? നഴ്സുമാരെ അല്ലെ? നഴ്സുമാരെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഡയറക്റ്റ് കെയറിൽ പഠിക്കാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് കെയർ എന്ന് പറയുമ്പോൾ ഫിസിക്കലി ആൻഡ് സൈക്കോളജിക്കലി നീഡ്സ് അല്ലെ, ആവശ്യങ്ങള് അല്ലെങ്കിൽ റിക്വയർമെന്റ്സ് ബേസ് ചെയ്തുകൊണ്ട് നേഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഫീഡിങ്, ട്രീറ്റ്മെന്റ്, മെഡിസിൻസ് ഒക്കെയാണ് ഇങ്ങനെയുള്ള പേഷ്യൻസിന് നഴ്സുമാര് പ്രൊവൈഡ് ചെയ്യുന്ന കെയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ പേഷ്യന്റ് എപ്പോഴും ഏത് ടൈമിലും ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നഴ്സുമാരെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ ഡയറക്റ്റ് കെയർ? ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇൻ കെയർ ഗിവൺ ബൈ നഴ്സിംഗ് സ്റ്റാഫ് വൈൽ working in the presence patient and related to the patient physical and psychological requirements. ഇനി നെക്സ്റ്റ് ആണ് ഇൻഡയറക്റ്റ് കെയർ. ഇൻഡയറക്റ്റ് കെയർ എങ്ങനെയായിരിക്കും പറയാൻ പറ്റുമോ? ഇൻഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന കെയർ ആണല്ലേ. ഇൻഡയറക്റ്റ് കെയർ എങ്ങനെയായിരിക്കാം കൊടുക്കുന്നത് നഴ്സുമാര്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഒന്ന് വായിക്കാം മിസ്, എന്തെങ്കിലും ഐഡിയ കിട്ടുണ്ടോ നോക്കിക്കോളൂട്ടാ. Are those ventures undertaken on the patient behalf but removed from his presence? In direct care consists of assembling supplies and equipments, seeking advice with the other healthcare team members, writing and reading patient reports, reporting, constructing discharge plans, etc. എന്താണ് മനസ്സിലായത്? എന്താണ് ഇൻഡയറക്റ്റ് കെയർ എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം? എങ്ങനെയായിരിക്കാം കെയർ കൊടുക്കുന്നത്? ഇൻഡയറക്റ്റ് ആയിട്ടല്ലേ? ഡിസ്ചാർജിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെ ഡിസ്ചാർജിന് ഹെൽപ്പ് ചെയ്യണം? ഇപ്പൊ ഡോക്ടറുടെ കയ്യിൽ നിന്ന് നമ്മള് നഴ്സുമാർ ചെയ്യും, അഡ്വൈസ് സ്വീകരിക്കും അല്ലെ. ഇന്ന ആളെ ഡിസ്ചാർജ് ചെയ്യാം, ചിലപ്പോ ഇന്ന് 10 മണിക്ക് ഡിസ്ചാർജ് ചെയ്യാം ഡോക്ടർ പറയുമ്പോ അയാളുടെ എല്ലാ കാര്യങ്ങളും ഡിസ്ചാർജ് ചെയ്യാനായിട്ട് എന്ത് വേണം? ഡിസ്ചാർജ് സമ്മറി വേണം അല്ലെ. അല്ലെ, പഠിച്ചിട്ടുണ്ടോ? പഠിക്കും നമ്മള്, അടുത്ത പോർഷനിലൊക്കെ പഠിക്കും കേട്ടോ. നെക്സ്റ്റ് മോഡ്യൂൾസിലൊക്കെ പഠിക്കും. ഡിസ്ചാർജ് സമ്മറി വേണം അല്ലെ. ഈ ഡിസ്ചാർജ് സമ്മറി എഴുതുന്നത് ആരായിരിക്കും? എഴുതി തയ്യാറാക്കുന്നത്? സ്റ്റാഫുകളായിരിക്കും അല്ലെ, നഴ്സുമാരായിരിക്കും. അപ്പൊ എന്താണ് ഈ പേഷ്യൻസിന് വേണ്ടി അത് ചെയ്യുന്നത്? പേഷ്യൻസിനെ ഡിസ്ചാർജ് ആക്കണമെങ്കിൽ എന്ത് വേണം? ഡിസ്ചാർജ് സമ്മറി വേണം. അത് ഇൻഡയറക്റ്റ് ആയിട്ട് പേഷ്യൻസിന് ചെയ്തു കൊടുക്കുന്ന കെയർ അല്ലേ? ഇല്ലേ? ഡോക്ടറുടെ കയ്യിൽ നിന്ന് അഡ്വൈസ് സ്വീകരിച്ച് അവരെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ചാർജ് സമ്മറി എഴുതി തയ്യാറാക്കുന്നത് ആരാണ്? നഴ്സുമാരാണ്. അപ്പൊ അവർക്ക് എന്താണ്? ഇൻഡയറക്റ്റ് കെയർ ആണ് അല്ലെ പേഷ്യൻസിന് കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? പേഷ്യൻസ് റെക്കോർഡ്സ് ചെയ്യുന്നത് ആരാണ്? പേഷ്യൻസിന് വേണ്ടിയിട്ട് പേഷ്യന്റിന്റെ റെക്കോർഡ് എഴുതി തയ്യാറാക്കുന്നതും നഴ്സുമാരാണ്. അപ്പൊ അതൊക്കെ എന്താണ്? ഇൻഡയറക്റ്റ് കെയർ. അതുപോലെ തന്നെ പല റിപ്പോർട്ടുകളും ചെയ്യുന്നതും ആരാണ്? നഴ്സുമാരാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവര് പേഷ്യൻസിന് കൊടുക്കുന്ന എന്താണ്? ഇൻഡയറക്റ്റ് കെയർ ആണത്. ക്ലിയർ ആയോ? ഇൻഡയറക്റ്റ് കെയറും ഡയറക്റ്റ് കെയറും. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. ഇൻഡയറക്റ്റ് കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇപ്പൊ നഴ്സുമാര് എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആവും. ഇൻഡയറക്ട്ലി കൊടുക്കുന്ന കെയർ ആണ്. ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്ട്ലി കൊടുക്കുന്ന കെയറിനെയാണ് ഇൻഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്.
അതെങ്ങനെയൊക്കെ ആയിരിക്കാം? ഇപ്പോ പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യിപ്പിക്കുമ്പോ ഡോക്ടറുടെ കയ്യിൽ നിന്ന് അഡ്വൈസ് സ്വീകരിക്കും. ആരാ സ്വീകരിക്കുന്നത്? നഴ്സുമാര് സ്വീകരിക്കും. ഇന്നാളെ ഇന്ന ദിവസം അല്ലെങ്കിൽ ഇന്ന് 10 മണിക്ക് ഡിസ്ചാർജ് ചെയ്യാം എന്ന് ഡോക്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് നഴ്സുമാരെ അഡ്വൈസ് സ്വീകരിക്കുന്നു. ഇനി ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഡിസ്ചാർജ് സമ്മറി വേണം അല്ലെ? അത് പേഷ്യൻസിനെ എഴുതി തയ്യാറാക്കി കൊടുക്കുന്നത് ആരായിരിക്കും? നഴ്സുമാരാണ്. അപ്പൊ എന്താണ്? പേഷ്യൻസിന് വേണ്ടി ഇൻഡയറക്റ്റ് ആയിട്ട് അവര് ആ കെയർ അല്ലെങ്കിൽ ആ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ പല റിപ്പോർട്ടുകൾ എഴുതി തയ്യാറാക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? പേഷ്യൻസ് റെക്കോർഡ്സ്, അഡ്മിറ്റ് ആകുമ്പോൾ പേഷ്യന്റ് റെക്കോർഡ്, മെഡിക്കൽ റെക്കോർഡൊക്കെ തയ്യാറാക്കേണ്ടതുണ്ട്. ഓരോ പേഷ്യൻസിനും ഓരോ മെഡിക്കൽ റെക്കോർഡ് നമ്മൾ എഴുതി തയ്യാറാക്കണം. അതൊക്കെ ചെയ്യുന്നത് ആരാണ്? നഴ്സുമാരാണ്. അപ്പൊ ആർക്ക് വേണ്ടിയാ ചെയ്യുന്നത്? പേഷ്യൻസിന് വേണ്ടിയാണ് അല്ലെ? ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നതാണ്, ഡയറക്റ്റ് അല്ലാതെ ചെയ്യുന്നതാണ്. അതാണ് ഇൻഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ ശ്രീലക്ഷ്മി? പഠിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആയോ? രണ്ട് കെയറും ഇൻഡയറക്റ്റും ഡയറക്റ്റും. ഓക്കെ. ഇനി നെക്സ്റ്റ് പോർഷൻ ആണ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. നോക്കിക്കോളൂട്ടോ. സ്റ്റാഫ് ഡെവലപ്മെന്റ് ഈസ് ദ പ്രോസസ് which is directed towards the personal as well as the professional growth of nurses and other staffs while they are employed by the health care. എന്താ പറയുന്നത്? സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? സ്റ്റാഫിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക അല്ലെ? ആരായിരിക്കും ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്? ആരായിരിക്കും? ഹോസ്പിറ്റലിലെ മേലധികാരികളായിരിക്കും അല്ലെ? ആരാണ്? EDO. ED എന്താ ഉദ്ദേശിക്കുന്നത്? മാനേജ്മെന്റ് അല്ലെ? അല്ലെങ്കിൽ നമുക്ക് അഡ്മിനിസ്ട്രേഷൻ ഏരിയ എന്ന് പറയാം അല്ലെ? അപ്പോ നിങ്ങൾ ഒരു ജോലിയിൽ പുതിയതായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പ്രവേശിച്ചു. എന്താണ്? ഒരു ജോലി കിട്ടിയിരുന്നല്ലോ ഒരു ഹോസ്പിറ്റലിൽ. അപ്പോ അവിടെ നമ്മൾ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് എന്തൊക്കെയാ പറഞ്ഞു തരാം? നിങ്ങളുടെ ജോലി ഇതാണ്, നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി ഇതാണ്, റെസ്പോൺസിബിലിറ്റി ഇതാണ് എന്നൊക്കെ പറഞ്ഞു തരാം അല്ലെ? നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങള്, നിങ്ങളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, ജോബിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് ആരായിരിക്കാം? ഒരു ഹോസ്പിറ്റലിലെ സ്റ്റാഫ് ഡെവലപ്മെന്റ് ടീംസ് ഉണ്ടാവും. അവരാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് ജോലിയെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പ്രവേശിക്കുമ്പോ, ഒരു ജോബ് കിട്ടി ഹോസ്പിറ്റലില് ജോലി ചെയ്യുമ്പോ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞു തരുന്നത് ഹോസ്പിറ്റലിലെ സ്റ്റാഫ് ഡെവലപ്മെന്റ് ടീമാണ്. ഈ സ്റ്റാഫ് ഡെവലപ്മെന്റ് ടീമിനെ പറയുന്നതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ അല്ലെ? അവരാണ് എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്നത് അല്ലെ? ഏതൊക്കെ ഡ്യൂട്ടീസ് ആണ് ആരൊക്കെ ചെയ്യുന്നത്, ഏതൊക്കെ പോളിസിയിലൂടെയാണ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആരാണ് തീരുമാനിക്കുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ്. അപ്പോ സ്റ്റാഫ് ഡെവലപ്മെന്റ് ടീം തന്നെയാണ് ആരും HA അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങള്? ഇനി എന്താണ്? It refers to all the training and education provided to enhance job-related and professional knowledge, skills and mentalities of wasted employees. എന്താണ്? നിങ്ങൾക്കൊരു ജോലിയിൽ നിങ്ങൾ പുതിയതായിട്ട് ഒരു ഹോസ്പിറ്റൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തായിരിക്കാം? പറയാൻ പറ്റുമോ?
ഇത്രയും നാളൊരു വീട്ടമ്മയായിരുന്നു. അതിനുശേഷം ജോലി കിട്ടി, ഹോസ്പിറ്റലിൽ ജോലി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ എന്തായിരിക്കും? നോളജ് കിട്ടും, പിന്നെ സ്കില്ല് വർദ്ധിക്കും, പിന്നെ പെർഫോമൻസ് പെർഫോം ചെയ്യാൻ പറ്റും, പിന്നെന്താ പേഴ്സണൽ നോളജ്, സ്കില്ല്, മെന്റാലിറ്റീസ്. ഓക്കെ, ഇതൊക്കെ എന്ത് ചെയ്യാൻ വർദ്ധിക്കും. പുതിയ ആളുകളെ നമ്മൾ പരിചയപ്പെടും അല്ലെ, പുതിയ ആളുകള് അവരുടെ കാര്യങ്ങള് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ജോബ് ഡ്യൂട്ടീസ് അറിയാൻ പറ്റും, ഇല്ലേ? ഇല്ല, പുതിയ അറിവുകൾ കിട്ടും. വെരി ഗുഡ്. പിന്നെ എന്താണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അല്ലെ, ജീവിത ശൈലിയിലൊക്കെ മാറ്റം വരും. ട്രെയിനിങ്, ഓക്കെ, ട്രെയിനിങ് പ്രാക്ടീസ് ഒക്കെ കിട്ടുമ്പോൾ നമ്മുടെ നോളജും സ്കില്ലൊക്കെ വർദ്ധിക്കാനായിട്ട് ഇടവരുന്നുണ്ട്. വെരി ഗുഡ്. മെച്യൂരിറ്റി കൂടില്ലേ നമുക്ക്, ഇല്ലേ? ഓക്കെ, മെച്യൂർഡ് ആവോ അല്ലെ ഒന്നും കൂടി. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പോ ഈ സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം, എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വ്യക്തികളെ വ്യക്തിപരമായിട്ടും അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടും ഡെവലപ്പ് ചെയ്യുക അല്ലെ. വ്യക്തിപരമായിട്ടും അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടും ഡെവലപ്പ് ചെയ്യുക എന്നതാണ് സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അത് ഇതിനകത്ത് ഇല്ല, ടേംസ് പറഞ്ഞതാണ്, ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. പ്രധാനപ്പെട്ട എയിം, സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ പ്രധാന എയിം എന്ന് പറഞ്ഞാല് വ്യക്തിപരമായിട്ടും അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടും ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇത് വായിച്ചാൽ മതി. എന്താണ്? നല്ല രീതിയിൽ ട്രെയിനിങ് ഒക്കെ കൊടുത്തുകൊണ്ട് നമ്മളെ സ്കില്ല് വർദ്ധിക്കും. അതിന്റെ ഉള്ളടക്കമാണ് പറഞ്ഞത് കേട്ടോ. സ്കില്ലും കാര്യങ്ങളും വർദ്ധിക്കും, അതുപോലെ തന്നെ നമ്മൾ തന്നെ നല്ല രീതിയിലൊരു മാറ്റം സംഭവിക്കുന്നുണ്ട് അല്ലെ നമ്മളിൽ തന്നെ. ഓക്കെ, കിട്ടിയോ? സ്റ്റാഫ് ഡെവലപ്മെന്റ് ഓക്കെ ആണോ എല്ലാവർക്കും? ഇനി അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഒന്ന് വായിച്ചു നോക്കിയേ. ഒബ്ജക്റ്റീവ്സ് ഫസ്റ്റ് വൺ എന്താണ്? എൻഹാൻസ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി. എന്താണ് പറയുന്നത്? എൻഹാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വർദ്ധിപ്പിക്കുക അല്ലെ, വർദ്ധിപ്പിക്കുക. എൻഹാൻസ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി. ഇങ്ങനെ നല്ല രീതിയിലുള്ള ട്രെയിനിങ് പ്രാക്ടീസ് ഇതൊക്കെ കിട്ടുന്നതിലൂടെ നമുക്ക് എന്താണ് അവിടെയുള്ള സ്റ്റാഫ് എംപ്ലോയീസിന്റെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നുണ്ട് അല്ലെ, പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നു. ഇനി എന്താണ്? ensure safe and actual patient care by nurses. അപ്പൊ എന്താണ്? അവിടെ വരുന്ന പേഷ്യൻസിന് നല്ല രീതിയിൽ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നുണ്ട്. നേഴ്സിംഗ് കെയറിലൂടെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നു. ഇനി എന്താണ്? ensure satisfactory job performance by staffs. എന്തായിരിക്കാം അത്? ensure satisfactory job performance by staffs. സ്റ്റാഫിന് എന്ത് കൊടുക്കുന്നുണ്ട്? സ്റ്റാഫ് ഡെവലപ്മെന്റിലൂടെ സംതൃപ്തി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലെ. അവരുടെ വർക്കില് നല്ല രീതിയിൽ എന്താണ് ഇംപ്രൂവ് ചെയ്യാനായിട്ടും നോളജും സ്കില്ലും ഇംപ്രൂവ് ചെയ്ത് ഒരു വർക്കിംഗ് കണ്ടീഷൻ കൊടുക്കുമ്പോൾ അവരുടെ ജോബിൽ അവര് സംതൃപ്തി കണ്ടെത്തുന്നുണ്ട്, സാറ്റിസ്ഫാക്ടറി ആകുന്നുണ്ട്. അപ്പൊ അവര് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. പിന്നെന്താണ്? orient the personnel towards their care, objectives, job duties, personal policies. എന്താണ് ഇവിടെ പറയുന്നത്? എന്താണ്? ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ നഴ്സിംഗ് കെയറുമായിട്ട് ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, ജോബ് ഡ്യൂട്ടീസ് ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെ പോളിസീസ് ഓരോരുത്തർക്കുമുള്ള എന്തിലൂടെയാണ്, എങ്ങനെയുള്ള നിയമത്തിലൂടെയാണ്, നയത്തിലൂടെയാണ് പ്രവർത്തിക്കേണ്ടത്, നഴ്സിംഗ് കെയർ രോഗികൾക്ക് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം ഓരോരുത്തർക്കും വരുന്ന എംപ്ലോയീസ്, പുതിയതായിട്ടുള്ള എംപ്ലോയീസിന് പറഞ്ഞു കൊടുക്കണം.
ഓക്കെ ആണോ? 4 കാര്യങ്ങളും. ഫസ്റ്റ് വൺ എന്താണ്? എംപ്ലോയി പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ പേഷ്യന്റിന്റെ കെയർ ഉറപ്പുവരുത്തുക, ജോബ് സാറ്റിസ്ഫാക്ടറി അല്ലെ, അവിടുത്തെ സ്റ്റാഫിന് സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്തുക, പുതിയതായിട്ട് വരുന്ന എംപ്ലോയീസിന് എന്ത് പറഞ്ഞു കൊടുക്കണം നമ്മള്? ഒബ്ജക്റ്റീവ്സ്, കെയർ ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ ജോബ് ഡ്യൂട്ടീസ്, പോളിസീസിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കണം. ക്ലിയർ ആയോ? നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. Types of staff development. First one, okay, induction training. Second one, job orientation. Third one, in-service education. Fourth one, continuing education. First one, induction training. Is the training given to new employees by the employer in order to help in adjustment to their new jobs and familiarize with their new work environment and the people who are working around them. എന്താണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞാല്? ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞാല് ആദ്യമായിട്ട് ഒരു വ്യക്തിക്ക് ജോലി ലഭിക്കുമ്പോ ആ വ്യക്തി ഒരു നമ്മൾക്ക് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന ദിവസം ജോയിൻ ചെയ്യാൻ പറയും അല്ലെ. ആദ്യമായിട്ട് നമ്മൾ ഹോസ്പിറ്റലില് ജോലിക്കായിട്ട് ചെല്ലുമ്പോ അവിടുത്തെ മാനേജർ അല്ലെങ്കിൽ മേലധികാരി അല്ലെങ്കിൽ മാനേജർ എന്ന് പറയും, മാനേജർ എന്ത് ചെയ്യും? നമ്മൾക്ക് എല്ലാ ചോദ്യവും ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടി നമ്മുടെ തലയിൽ വെച്ച് തരാറുണ്ടോ? എല്ലാം കൂടി ഇന്നത് ചെയ്യണം, ഇത് ചെയ്തിട്ട് ഇന്ന് പോവാൻ പാടുള്ളൂ എന്ന് പറയാറുണ്ടോ ഫസ്റ്റ് ഡേ ചെല്ലുമ്പോ? ഇല്ല. പകരം എന്തൊക്കെയാണ് അവർ പറഞ്ഞു തരാറ് നമുക്ക്? എന്തൊക്കെ പറഞ്ഞു തരും? വർക്കിനെ കുറിച്ച്, ചുറ്റുപാട് അല്ലെ, എൻവയോൺമെന്റിനെ കുറിച്ച് പറഞ്ഞു തരും. അതുപോലെ നമ്മുടെ വർക്ക് ഡ്യൂട്ടീസ് ഇന്നതാണ് അല്ലെ. ചിലപ്പോ വർക്ക് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല, ഇന്നതാണ് നമ്മുടെ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു തരാറുണ്ട് അല്ലെ. അതുപോലെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെ നമ്മൾക്ക് പരിചയപ്പെടുത്തി തരാറുണ്ട് ഇല്ലേ. ഇതൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ പ്രൊവൈഡ് ചെയ്തു തരുന്ന ട്രെയിനിങ് എന്ന് പറഞ്ഞാല്. അപ്പോ ഇത് 1-2 ദിവസമായിരിക്കും ഇങ്ങനെയുള്ള ഇൻഡക്ഷൻ ട്രെയിനിങ് തരുന്നത്. ഓക്കെ, 1-2 ദിവസമായിരിക്കാം ഇങ്ങനെയുള്ള ട്രെയിനിങ് നൽകുന്നത്. മേലധികാരിയാണ് ഇങ്ങനെയുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് എംപ്ലോയീസിന്. മേലധികാരി അല്ലെങ്കിൽ മാനേജർ എന്ന് പറയാം. അപ്പൊ എന്താണ് നമുക്ക് തരുന്ന അല്ലെങ്കിൽ ഇൻഡസ്ട്രി ട്രെയിനിങ് എന്ന് പറഞ്ഞാല് നമ്മള് ഫസ്റ്റ് ഡേ ചെയ്യുമ്പോ വർക്കിംഗ് എൻവയോൺമെന്റിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും അല്ലെ. നമ്മുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരും. അതുപോലെ തന്നെ നമ്മുടെ കൊളീഗ്സ് അല്ലെ, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ ഒന്ന് പരിചയപ്പെടുത്തി തരും. ഇതാണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞാല്. ക്ലിയർ ആയോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ ഒന്ന് എഴുതി വെക്കാം അവിടെ. ഓക്കെ, വായിച്ചു നോക്കുമ്പോ മനസ്സിലാവാതിരിക്കരുത്. ഇനി നെക്സ്റ്റ് ആണ് ജോബ് ഓറിയന്റേഷൻ. The process of making aware of an individual of his or her roles, responsibilities and relationship with the new work situations. It is an individualized training program meant to get a newly hired employees more familiarized with their responsibilities. എന്താണ് ജോബ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാല്? ഈ ജോബ് ഓറിയന്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു വീക്കോ ഒരു ആഴ്ചയോ അല്ലെങ്കിൽ ഒരു മന്തോ ആയിരിക്കും. ഓക്കെ, ജോബ് ഓറിയന്റേഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞാല് ഒരു മന്തോ അല്ലെങ്കിൽ 1 വീക്കോ ആയിരിക്കാം ഈ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് മേലധികാരി തന്നെയാണ്. ഇനി എന്താണ് നിങ്ങളുടെ ജോബ്? എന്താണ് ഇതിൽ തരുന്ന ട്രെയിനിങ് എന്ന് പറഞ്ഞാല് നിങ്ങളുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കി തരുന്നു. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് ഇപ്പോ റിസപ്ഷനിസ്റ്റ് ആയിട്ടാണ് ഹോസ്പിറ്റലിൽ ജോലി ലഭിച്ചത്. റിസപ്ഷനിസ്റ്റിന് ജോലി ലഭിച്ചു. റിസപ്ഷനിസ്റ്റ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത്
പറഞ്ഞു തരുന്നു. കിട്ടിയോ? മനസ്സിലായോ? റെസ്പോൺസിബിലിറ്റി, റിസപ്ഷനിസ്റ്റ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് ഉള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ചെയ്യുന്നത് 1 വീക്കോ അല്ലെങ്കിൽ 1 മാസമോ കൂടെ അല്ലെ. കൂടെ ആരെങ്കിലും നമ്മളിപ്പോ എന്താണ് ഹോസ്പിറ്റലിലേക്ക് പോയാൽ കാണാൻ പറ്റും. ഇതായിട്ടുള്ള എംപ്ലോയീസ് റിസപ്ഷനിസ്റ്റുകളൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെ ഒരാളുണ്ടാവും അല്ലെ. അവിടുത്തെ കാര്യങ്ങളും കമ്പ്യൂട്ടർ വർക്ക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ചിലപ്പോ 1 വീക്ക് മാത്രമായിരിക്കാം അവർ പ്രൊവൈഡ് ചെയ്യുന്ന ട്രെയിനിങ്. അതുപോലെ തന്നെ ചിലപ്പോ 1 മന്ത്, 1 മാസത്തോളം നമുക്ക് ട്രെയിനിങ് അവര് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ആണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. An educational experience planned before to provide in the job setting and closely identified with service in order to help person discharge his duties more effectively as a person or as a worker. It is thus a planned instructional or training program given by an employee agency in the employment setting. എന്താണ് ഇൻ സർവീസ് ട്രെയിനിങ് എന്ന് പറഞ്ഞാല്? ഇപ്പൊ നിങ്ങൾക്ക് റിസപ്ഷനിസ്റ്റ് ആയിട്ട് ജോലി കിട്ടിയെന്ന് പറഞ്ഞില്ലേ, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞത് അല്ലെ. അതിനുശേഷം നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കണ്ടോ മോർ ഇഫക്റ്റീവ്ലി എന്ന് പറഞ്ഞത് ഡ്യൂട്ടി മോർ ഇഫക്റ്റീവ്ലി. ആ മോർ ഇഫക്റ്റീവ്ലി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ആ നിങ്ങളുടെ വർക്കില് നിങ്ങൾ ഒന്നും കൂടി ഇഫക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനെയാണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കിട്ടിയോ? നിങ്ങൾക്ക് റിസപ്ഷനിസ്റ്റ് ആയിട്ട് ജോലി കിട്ടി, റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് പറഞ്ഞു തന്നു. നിങ്ങളുടെ വർക്കില് നിങ്ങൾ കൂടുതൽ ഇഫക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ട്രെയിനിങ് ആണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. ഓക്കെ. മൂന്ന് കാര്യങ്ങളും ഒക്കെയാണോ? ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്, ജോബ് ഓറിയന്റേഷൻ, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. ക്ലിയർ ആയോ? മൂന്ന് കാര്യങ്ങളും. ഇനി നെക്സ്റ്റ് ആണ് പറയാൻ പോകുന്നത്. നെക്സ്റ്റ് എന്താണ്? കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ഈസ് ഓൾ ദ ലേണിംഗ് ആക്ടിവിറ്റീസ് that happen after an individual has completed his basic education. It involves planned learning experience beyond a basic nursing educational program. അപ്പൊ എന്താണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ മൂന്ന് കാര്യങ്ങൾ, 3 ട്രെയിനിങ്ങിൽ കൂടിയാണ് വരുന്നത് അല്ലെ. ഫസ്റ്റ് തന്നെ നമ്മൾ ജോയിൻ ചെയ്തപ്പോൾ നമ്മുടെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തന്നു. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെ പരിചയപ്പെടുത്തി. അതിനുശേഷം ഇപ്പോ എന്താണ് റിസപ്ഷനിസ്റ്റ് ആയിട്ടാണ് നമുക്ക് ജോലി ലഭിച്ചതെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്ന് ജോബ് ഓറിയന്റേഷൻ ട്രെയിനിങ് വഴി പറഞ്ഞു തന്നു. അതിനുശേഷം നമ്മുടെ വർക്കിൽ ഒന്നുകൂടി മോർ ഇഫക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു അല്ലെ, ഇതിലൂടെ ഇൻ സർവീസ് എഡ്യൂക്കേഷനിലൂടെ. ഇനി ഈ 3 കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ജോബ് കൂടുതൽ ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? പല ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ സെമിനാർ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മളെ വിടും. ക്ലിയർ ആയോ? ക്ലാസ്സുകൾക്കും അതുപോലെ സെമിനാർ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ വിടുന്നതിനെയാണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ പറയുന്നത്. ക്ലിയർ ആയോ? നമ്മുടെ വർക്കില് കൂടുതൽ അതൊന്നും കൂടി മെച്ചാക്കാൻ വേണ്ടിയിട്ട് പല ക്ലാസ്സുകള് അതുപോലെ പല സെമിനാറുകള് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വിടുന്നു. ഓക്കെ. ക്ലിയർ ആയെങ്കിൽ 4 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി.
ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ആണ് അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ ഗുണങ്ങള് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ്? ഫസ്റ്റ് വൺ, ജനറേറ്റ് എ പോസിറ്റീവ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്. ഇങ്ങനെയുള്ള നല്ല രീതിയിലുള്ള സ്റ്റാഫ് ഡെവലപ്മെന്റ് ചെയ്യുമ്പോൾ എന്താണ് ഓർഗനൈസേഷൻ ലഭിക്കുന്നത്? ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കം ലഭിക്കുന്നുണ്ട് അല്ലെ? പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് ഉണ്ടാകുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ് നോക്കിയും ഫെസിലിറ്റേറ്റ് ദ ഓപ്പൺ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അവിടെ എന്താണ്? കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ആരുമായിട്ടായിരിക്കും? സ്റ്റാഫും അതുപോലെ തന്നെ വരുന്ന പേഷ്യൻസുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കിയേ, പാസ് ഓവർ ഓർഗനൈസേഷണൽ മെസ്സേജ് ടു വർക്കേഴ്സ്. എന്തായിരിക്കാം ഓർഗനൈസേഷണൽ മെസ്സേജ് എന്ന് പറഞ്ഞാല്? ഓരോ ഓർഗനൈസേഷനും എന്താണ്? ലക്ഷ്യങ്ങൾ ഉണ്ടാവും അല്ലെ? ഓർഗനൈസേഷന്റെ ലക്ഷ്യം, നമ്മുടെ ഹോസ്പിറ്റലിലെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല രീതിയിൽ എന്ത് കൊടുക്കണം? രോഗികൾ വരുമ്പോ രോഗികൾക്ക് എന്ത് കൊടുക്കണം? എന്താ കൊടുക്കേണ്ടേ? കെയർ കൊടുക്കണം അല്ലെ? നല്ല രീതിയിലുള്ള ഒരു പരിചരണം കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് അവരെ നല്ല രീതിയിൽ ഒരുക്കുക. അങ്ങനെയുള്ള മെസ്സേജുകൾ ഓർഗനൈസേഷന്റെ ലക്ഷ്യം ഈ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് പാസ് ചെയ്യും. ഓക്കെ. ഇനി അതുപോലെ തന്നെ എന്താണ്? ഈസി ആക്സസ് ടു നോളജബിൾ കൊളീഗ്സ് ത്രൂ. എന്താണ്? സഹപ്രവർത്തകരുമായിട്ട് കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോ അവരുമായിട്ടുള്ള നോളജ്, അവരിൽ നിന്ന് നമുക്ക് പുതിയ സ്കില്ലുകള് അതുപോലെ തന്നെ നോളജ്, എക്സ്പീരിയൻസ് ഒക്കെ ലഭിക്കും അല്ലെ? അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ ഇംപ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നോളജ് ആയാലും സ്കില്ല് ആയാലും എക്സ്പീരിയൻസ് ഒക്കെ ആയാലും നല്ല രീതിയിൽ ഇംപ്രൂവ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇതാണ് 4 കാര്യങ്ങളായിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഓർഗനൈസേഷണൽ, നല്ല രീതിയിലുള്ള ഒരു ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ നല്ല രീതിയിൽ രോഗികളും സ്റ്റാഫുകളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ ഗോൾ എന്താണ്, ലക്ഷ്യം എന്താണെന്നുള്ളത് പാസ് ചെയ്യുന്നുണ്ട്. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുമായിട്ട് പാസ് ചെയ്യുന്നു, അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. അതുപോലെ തന്നെ എന്താണ്? അവിടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ കൂട്ടത്തില് പല ആളുകളും നമ്മളെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടാവും അല്ലെ? സഹപ്രവർത്തകരുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പല എക്സ്പീരിയൻസ് ഉണ്ടാവാം, പല നോളജ് നമുക്ക് കിട്ടാം. അങ്ങനെയുള്ള നോളജും സ്കില്ലും ഇംപ്രൂവ് ആകാനായിട്ട് സഹായിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ആണ് റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഇൻ സ്റ്റാഫ് ഡെവലപ്മെന്റ്. അപ്പോ ഇനി എന്താണ് അഡ്മിനിസ്ട്രേഷൻ ഏരിയയുടെ റോൾ എന്താണ്? സ്റ്റാഫ് ഡെവലപ്മെന്റില് എന്താണ് അവരുടെ റോള്? ഇതുകൂടി പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് വൺ, യൂസസ് പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ് when helping employees to learn new skills or information. എന്താണ്? അവിടെ പുതിയതായിട്ട് വരുന്ന എംപ്ലോയീസ് ഉണ്ടാവില്ലേ? ഹോസ്പിറ്റലിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന എംപ്ലോയീസിന്റെ സ്കിൽസുകള്, ഇൻഫർമേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ടാലന്റുകള് അല്ലെ? ന്യൂ എംപ്ലോയീസിന്റെ ടാലന്റുകള്, സ്കിൽസുകള്, നോളജുകളൊക്കെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പുതിയതായിട്ടുള്ള ലേണിംഗ് മെത്തേഡ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ ലേണിംഗ് മെത്തേഡ്സുകളും യൂസ് ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് കേട്ടോ. അവിടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള എംപ്ലോയീസിന് വേണ്ടിയിട്ട് അവരുടെ സ്കില്ല്, നോളജ് ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ലേണിംഗ് മെത്തേഡ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ്? യൂസസ് ടീച്ചിങ് ടെക്നിക്സ് ദാറ്റ് സ്ട്രെങ്തൻ സ്റ്റാഫ്. എന്താണ് സ്ട്രെങ്തൻ എന്ന് പറഞ്ഞാൽ? എന്താണ് സ്ട്രെങ്തൻ? സ്ട്രെങ്തൻ എന്ന് പറഞ്ഞാല് എന്തായിരിക്കും? സ്റ്റാഫുകളെ ഒന്നും കൂടി ബലപ്പെടുത്തുക അല്ലെ?
അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ടെക്നിക്സുകൾ, ടീച്ചിങ് ടെക്നിക്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്താണ്, ഇപ്പോ PG കഴിഞ്ഞ നേഴ്സുമാരുണ്ടാവും, അതുപോലെ തന്നെ BSc നേഴ്സിംഗ് കഴിഞ്ഞ നേഴ്സുമാരുണ്ടാവും. ഇപ്പൊ PG കഴിഞ്ഞ നേഴ്സുമാര് അവർക്ക് വേണ്ടതായിട്ടുള്ള നോളജുകള്, പല ഇൻഫർമേഷൻസുകള് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. BSc നേഴ്സിംഗ് കഴിഞ്ഞ ആ നേഴ്സുമാർക്ക് പറഞ്ഞു കൊടുക്കും. അതാണ് ടീച്ചിങ് മെത്തേഡ്സ് അല്ലെങ്കിൽ ടീച്ചിങ് ടെക്നിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി അതുപോലെ തന്നെ എന്താണ്, കണ്ടിന്യൂസ്ലി ആസസ് ലേണിംഗ് നീഡ്സ് ഓഫ് ഈച്ച് യൂണിറ്റ്. ഈച്ച് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിപ്പാർട്ട്മെന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. യൂണിറ്റ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഹോസ്പിറ്റലില് പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് അല്ലെ. ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ENT ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പീഡിയാട്രിഷ്യൻ ഉണ്ട്. അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇവരൊക്കെ ഫോളോ ചെയ്യുന്നത് ഒരേ പോളിസീസ് ആയിരിക്കോ? എങ്ങനെയായിരിക്കും? ഇല്ല, വ്യത്യാസം ഉണ്ടാവും അല്ലെ. അപ്പൊ അവരുടെ നീഡ്സിനനുസരിച്ചുള്ള ഓരോ കാര്യങ്ങളും, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും നീഡ്സിനനുസരിച്ച്, ലേണിംഗ് നീഡ്സിനനുസരിച്ചുള്ള ഓരോ കാര്യങ്ങളും ആര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്? ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യം അനുസരിച്ചുള്ള ലേണിംഗ് നീഡ്സിനനുസരിച്ചുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, PDS. അതുപോലെ തന്നെ എന്താണ്, ലീഡ്സ് എംപ്ലോയീസ് റിഗാർഡിംഗ് നോളജ് ആൻഡ് സ്കിൽസ് ഡെഫിസിറ്റ്. നമുക്കറിയാം ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ്. ഇപ്പൊ ഞാനായാലും നിങ്ങളായാലും വ്യത്യസ്തരാണ്. എന്റെ ഇന്റലിജൻസ് ആവില്ല ഉള്ളത്, നിങ്ങളുടെ ഇന്റലിജൻസ് ആവില്ല ആർക്കുള്ളത്, തൻസിയേക്കുള്ളത്. അങ്ങനെ പല പല നമ്മളെല്ലാവരും എന്താണ്, ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആണ് അല്ലെ. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളും എന്താണ്, ഡിഫറെന്റ് ആണ്. ചില ആളുകൾക്ക് ചിലപ്പോൾ നോളജ് കൂടുതലായിരിക്കാം, സ്കില്ല് കുറവായിരിക്കാം. ചില ആളുകൾക്ക് എന്താണ്, നോളജ് കൂടുതലും സ്കില്ല് കുറവുള്ളവരുണ്ടാവാം അല്ലെ. അങ്ങനെയുള്ള ആളുകളെ നോളജ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും സ്കില്ല് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും കുറെ കാര്യങ്ങള് ആര് ചെയ്തു കൊടുക്കുന്നുണ്ട്? വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്തു കൊടുക്കുന്നു. ക്ലിയർ ആയോ ഇത്തരം കാര്യങ്ങള്? പല പല ട്രെയിനിങ്ങുകള്, അതുപോലെ തന്നെ പല പല ടീച്ചിങ് ടെക്നിക്സുകൾ വഴി സ്കില്ലുകള്, നോളജുകളും വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് എന്തായിരുന്നു? പുതിയതായിട്ട് വന്ന എംപ്ലോയീസിന് അവരുടെ സ്കില്ലും നോളജ് ഒക്കെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ലേണിംഗ് മെത്തേഡ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയാസ് കേട്ടോ. അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അവരുടെ എന്താണ്, നല്ല രീതിയിൽ അവരെ ഒന്നുകൂടി ബലപ്പെടുത്താൻ വേണ്ടിയിട്ട്, സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ടീച്ചിങ് ടെക്നിക്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ലേണിംഗ് നീഡ്സിനനുസരിച്ച് അവർക്ക് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ചിലവർക്ക് നോളജ് കുറവായിരിക്കാം, ചിലവർക്ക് സ്കില്ല് കൂടുതലായിരിക്കാം. സ്കില്ലും നോളജും ഒരുപോലെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പല ട്രെയിനിങ്ങുകളിലൂടെ ഇവരെ വളർത്തിയെടുത്തു. ക്ലിയർ ആയോ? ഇത്രയും വരെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ വായിച്ച് പഠിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.